എം ശിവപ്രസാദ്, ഏറെക്കാലം നിങ്ങളുടെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന വി കുഞ്ഞികൃഷ്ണൻ ഇന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും അദ്ദേഹം ഇതേ ആരോപണം ഉന്നയിച്ചു. പക്ഷേ ഇത്തവണ ബാങ്ക് ട്രാൻസാക്ഷന്റെ തെളിവുകൾ, ആ ട്രാൻസാക്ഷൻ പേജ് സഹിതം വ്യക്തിഗത അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ മാറ്റി, ഏരിയ സെക്രട്ടറിയുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതിനെന്താണ് മറുപടി? കേരളത്തിനകത്ത് നിങ്ങൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി നടന്നാൽ ആ ഗ്രാമപ്രദേശങ്ങളിലാകെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് എവിടെയാണ് കോൺഗ്രസ് വയനാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി പിരിച്ച ഫണ്ട് എന്നാണ്. ആ ചോദ്യത്തിനെ ഒന്ന് മറികടക്കണം. കാരണം നന്നായി ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ ചോദ്യവും നേരിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ നല്ല ചുട്ട മറുപടിയാണ് കേരളത്തിലെ ജനങ്ങൾ നൽകാൻ കാത്തിരിക്കുന്നത് തിരിച്ചറിയുമ്പോൾ ഇപ്പോൾ തങ്ങളുടെ പാളയത്തിലേക്ക് നല്ല വശംവദനായി കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ മുൻ സഖാവിനെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ആരോപണം എന്ന പേരിൽ ബോംബ് എന്ന നിലയിലൊക്കെ അവതരിപ്പിച്ച് പൊട്ടിപ്പിക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തെയും CPIനെയും നേരിടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ആ ബോംബൊക്കെ ആവിയായി പോകുമെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരാ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ആ പുറത്തു വന്ന അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങളൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ, കണ്ണൂരുകാരനാണ് ഇവിടെ ചർച്ചയ്ക്കകത്ത് വന്നിരിക്കുന്നത്, ആ പയ്യന്നൂരിൽ കോൺഗ്രസിനകത്ത്, ഇപ്പോൾ കോൺഗ്രസിനകത്ത് ആളില്ലാത്തതുകൊണ്ടാണല്ലോ ഇടതുപക്ഷത്ത് നാളെ പിടിക്കാൻ നടക്കുന്നത്. പയ്യന്നൂർ പ്രദേശത്ത് കോൺഗ്രസിനകത്ത് ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ആ ബാങ്കിലൊന്ന് പോയി, കുഞ്ഞികൃഷ്ണൻ ജോലി ചെയ്ത ബാങ്കാണെന്നാണ് ഞാൻ കരുതുന്നത്, ആ ബാങ്കിലൊന്ന് പോയി അന്വേഷിച്ചിരുന്നെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞു തന്നേനെ. ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. തിരക്കിയാൽ അറിയാം അതവിടുത്തെ പാർട്ടി ഏരിയ സെക്രട്ടറിൻ്റെ അക്കൗണ്ടാണ്. അടുത്ത പാർട്ടി ഏരിയ സെക്രട്ടറിൻ്റെ അക്കൗണ്ടായി ഏരിയ സെക്രട്ടറി മാറി ഈ പറയുന്ന വിദ്വാൻ ഏരിയ സെക്രട്ടറി ആയപ്പോൾ ഈ വിദ്വാനും കൈകാര്യം ചെയ്ത അക്കൗണ്ടാണ്. ഈ വിദ്വാൻ ഇതുവരെ അക്കൗണ്ട് മാറ്റി കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രക്തസാക്ഷി ഫണ്ട് എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിനും CPIഎമ്മിനും ഏരിയ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ശിവപ്രസാദ് കെ പി മധുവിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ 2018 ജൂലൈ 9 മാറ്റിയെന്നാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ആ രേഖകൾ കാണിക്കുന്നത്. അല്ല എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അറിവ് വെച്ചാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോ. ഒരു കാര്യം മാത്രമേ എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ പുറകിൽ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ഈ രക്തസാക്ഷി ഫണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ ധനരാജേട്ടൻ്റെ രക്തസാക്ഷി ഫണ്ടെന്ന് പറഞ്ഞ് കണ്ണീര് കുടിക്കാൻ ഇടതുപക്ഷത്തേക്കാൾ വലിയ വീറോടെ കോൺഗ്രസ്സുകാരൻ ഇറങ്ങുമ്പോൾ ആ ധനരാജ് എന്ന് പറയുന്ന മനുഷ്യനെ RSSകാർ കൊലപ്പെടുത്തിയപ്പോൾ ഒരു വാക്കുകൊണ്ട് അപലപിക്കാൻ തയ്യാറാവരാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ? ഇന്ന് കുഞ്ഞികൃഷ്ണനെയും പൊക്കിയെടുത്ത് കോൺഗ്രസ്സുകാർ നടക്കുമ്പോൾ ആ കുഞ്ഞികൃഷ്ണന് മനസ്സിലാക്കണം, അന്ന് ധനരാജിനെ RSSകാർ കൊലപ്പെടുത്തിയപ്പോൾ ഇപ്പുറത്ത് നിന്ന് കൈയടിച്ചവരുടെ ചട്ടകമായിട്ടാണ് ഈ പറയുന്ന മഹാൻ മാറിയിരിക്കുന്നത്. രക്തസാക്ഷികളെ പറ്റി ഇടതുപക്ഷത്തെ പഠിപ്പിക്കുക ഇറങ്ങിയിരിക്കുക. കഴിഞ്ഞ ഒരു തൃശ്ശൂർ സമ്മേളനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക, 567 കുടുംബങ്ങളിൽ നിന്ന് ഈ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് രക്തസാക്ഷികളുടെ ദീപശിഖയും പേറിയിട്ടാണ് CPIഎമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഞങ്ങളുടെ സഖാക്കൾ എത്തിയത്. ആ 567 കുടുംബങ്ങളിൽ നിന്നാണ് ഞങ്ങൾ രക്തസാക്ഷിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദീപശിഖ കയറിയത്. 567 കുടുംബങ്ങൾക്കും ഞങ്ങളെ വിശ്വാസമാണ്. ഈ കേരളത്തിലെ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ CPIഎം. നിങ്ങൾക്കൊരു രക്തസാക്ഷി കുടുംബത്തെ കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ഒരു വാക്ക് സംസാരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അത് കഴിയാത്തത് ഇടതുപക്ഷം അത്രയേറെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആ രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കുന്നുണ്ടാണ്. കൊന്നോറ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ പയ്യന്നൂരിലെ ധനരാജനെ പറ്റി മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തളിപ്പറമ്പിൽ ധീരജിൻ്റെ കുടുംബം അവിടെ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരനായ പ്രിയപ്പെട്ട രാജേന്ദ്രേട്ടൻ, ആ രാജേന്ദ്രേട്ടൻ്റെ മകനെ പൈനാപ്പ് എഞ്ചിനീയറിംഗ് കോളേജിൽ കുത്തി കൊലപ്പെടുത്തിയിട്ട് പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ ചേട്ടാ, നിങ്ങളുടെ കണ്ണൂരെ മലപ്പട്ടത്ത് വിളിച്ച മുദ്രാവാക്യം ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നാണ്. അറബിക്കടലിൽ ധീരജിനെ കുത്തിയ കത്തി താഴ്ത്തിയിട്ടില്ലെന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് രക്തസാക്ഷികളുടെ പേര് പറഞ്ഞ് CPIഎമ്മിനെ പ്രകോപിപ്പിക്കാൻ വരിക. നിങ്ങൾ രക്തസാക്ഷികളെ പറ്റി ഞങ്ങളെ പഠിപ്പിക്കേണ്ട സാർ. ഞങ്ങൾ ഈ കേരളത്തിനകത്ത് രക്തസാക്ഷികളെ ആവേശപൂർവ്വം അനുസ്മരിക്കുന്നവരും രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കുന്നവരുമാണ്. അവരെ കൊന്നവരുടെ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരുമുണ്ട്. ഈ കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് അറിയാം. അവരെ കൊന്നവരുടെ കൂട്ടത്തിൽ RSSകാരുണ്ട്. ഈ കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് അറിയാം. അവർ മനോവേദനയോടെ രക്തസാക്ഷിത്വം അനുസ്മരിക്കുമ്പോഴും നിങ്ങൾക്കെതിരായ മുദ്രാവാക്യത്തെയാണ് രാഗിമിനിക്ക് ഈ കേരളത്തിനകത്ത് കൊണ്ടു നടക്കുന്നത്.